അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് വളരെയധികം ഉപകാരപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അതായത് പലവിധ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലേ, സ്കിന്നിന്റെ രോഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. രോഗങ്ങൾ പലവിധമാണല്ലോ. മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് ഉതകുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ, അത് പഠിച്ച് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ, നിങ്ങളുടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തടയുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സ്വലാത്തിനെയാണ് ഇന്ന് പറയുന്നത്. ആ സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതി മടക്കുകയാണെങ്കിൽ, അതായത് ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ അസുഖങ്ങൾ തീർച്ചയായിട്ടും ശമിക്കുന്നതാണ്, അതിനൊരു ശമനം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകുന്നതാണ്, നമ്മുടെ ജീവിതം മനോഹരമാകുന്നതാണ്. മാറാ രോഗങ്ങൾ കൊണ്ട് പലവിധ വിഷമങ്ങളും വേദനകളും, അതുപോലെ തന്നെ അത് ചികിത്സിക്കാൻ ഒരുപാട് പൈസയുടെ ആവശ്യം വരും അല്ലേ. അതിനുള്ള സാധ്യത നമുക്കിടയിലില്ല. അതുപോലെ തന്നെ പൈസയേക്കാൾ ഉപരി നമ്മളെ നോക്കുവാൻ, നമ്മളെ ഒരാളെ സഹായിക്കുവാനോ, അല്ലെങ്കിൽ നമ്മുടെ അത് സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ ഈ അസുഖത്തിനെ കാണിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വരാനോ നമുക്ക് ആരും തന്നെ കാണുകയില്ല. അവരവർക്ക് അവരവരുടെ ആവശ്യങ്ങളാണല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രോഗം വരാതിരിക്കാനും, മാരകമായ രോഗങ്ങൾ വരാതിരിക്കാനും, അതുപോലെ തന്നെ രോഗത്തിൽ നിന്നും രോഗമുക്തി നേടുകയാണെങ്കിൽ, ഇത് ചൊല്ലുകയാണെങ്കിൽ നമ്മൾക്ക് ഏറെക്കുറെ നമ്മുടെ രോഗത്തിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത് അറിയപ്പെടുന്നത് തന്നെ എന്താണ്? ഒരു രോഗങ്ങൾക്ക് മരുന്നെന്നോണമാണ് ആ സ്വലാത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് തന്നെ. അത് നമ്മുടെ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള ഒരു മരുന്നാണ്, മന്ത്രമാണ്. നമ്മുടെ എല്ലാ മാറാ രോഗങ്ങൾക്കും പ്രയോജനമായിട്ടുള്ള ഒരു മന്ത്രമെന്ന് വേണം അതിനെ വിളിക്കാനായിട്ട്. ഇൻഷാ അല്ലാഹ് അത് ഏത് സ്വലാത്താണ്? തിബ്ബുൽ സ്വലാത്താണ് അല്ലെ. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഇതാണ്. ഈ സ്വലാത്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രോഗം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം 3 തവണ ഫാത്തിഹ ഓതി നമ്മൾ അള്ളാഹുവിലേക്ക് അത് മടക്കുക. ഇൻഷാ അല്ലാഹ് എങ്കിൽ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് രോഗങ്ങൾക്ക് അതിന് ആദ്യം എന്ത് ചെയ്യുക? സ്വലാത്ത് ഓതുക. അത് എത്ര എണ്ണം, അതിനൊരു കണക്ക് തന്നെ ഇല്ല. 3 ആകാം, 6 ആകാം, 9 ആകാം. അതുപോലെ തന്നെ നീണ്ടു പോകുന്നതാണ് അതിന്റെ കണക്കുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര എണ്ണം ചൊല്ലാവുന്ന അത്രയധികം നല്ലതാണ്. ജീവിതത്തിലെ അസുഖങ്ങളൊക്കെ മാറാ രോഗങ്ങളൊക്കെ മാറി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം തന്നെ മനോഹരമാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ അസുഖത്തിന്റെ കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക? സ്വലാത്ത് ചൊല്ലി ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഇതിനു വേണ്ടിയിട്ട് വണങ്ങുക. 3 തവണ ഓതി വണങ്ങുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മാറാ രോഗങ്ങളും അസുഖങ്ങളും എല്ലാം മാറ്റി അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൺമുന്നിൽ ആരെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ഈ അറിവ് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അവർക്ക് അത് ഉപകാരമായിക്കൊള്ളട്ടെ. നമ്മൾ കാരണം ഒരാൾക്ക് ഒരു അറിവ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അൽഹംദുലില്ലാഹ് അതിനെ പടച്ച റബ്ബിനെ സ്തുതിക്കേണ്ടതാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇത് ഓതുക. നിങ്ങളുടെ മാറാ രോഗങ്ങൾക്കും, അതുപോലെ തന്നെ ചാനൽ കയറി നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു മറുപടി എന്നോണം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കയറി കാണുക, ചാനലിലുള്ള ദുആകൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു അതിനുള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അത് ഓതുവാനും ജീവിതത്തിൽ കൂട്ടുവാനും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് കാണാം.